ഒരു തവണ നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കും, ഉറപ്പ്. ഉള്ളി മൂപ്പിച്ചെടുത്ത വഴുതിരിങ്ങ ഫ്രൈ ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട, ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറിനാനായി. 3 വഴുതിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള പീസായി കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക. ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി വഴുതിരിങ്ങ ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി എല്ലാ വഴുതിരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വഴുതിരിങ്ങ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. വഴുതിരിങ്ങ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സവാളയാണ്. ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചെറുതായി കട്ട് ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഒരുപാട് കരിഞ്ഞു പോകാതെ നല്ല ഗോൾഡൻ കളറാക്കണം. അപ്പോൾ സവാള കരിയാതെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വഴുതിരിങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വഴുതിരിങ്ങ ഫ്രൈൻ്റെ കൂടെ ഉള്ളി മൂപ്പിച്ചതും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.